ഡോക്ടർ തെറ്റിദ്ധരിക്കണ്ട. കമ്പനിയുടെ കാര്യം പറഞ്ഞ് കാല് പിടിക്കാൻ വേണ്ടിയല്ല ഞാൻ വന്നത്. പിന്നെന്താ? അത് ഇന്നും നിങ്ങളുടെ പിറന്നാളാണോ? അയ്യോ അല്ല, ഇത്തവണ അങ്ങനെ നുണക്കഥകളൊന്നുമില്ല. ഗുഡ്. എങ്കിൽ കാര്യം പറയൂ. അത് വളച്ചു കെട്ടാതെ പറയാം. കൂടുതലൊന്നും പരിചയപ്പെടുത്താതെ എന്റെ എല്ലാ ബാക്ക്ഗ്രൗണ്ടും ഡോക്ടർക്ക് ഇപ്പോൾ അറിയാം. ഒരു മുഖവരിയുടെ ആവശ്യമില്ല. എനിക്ക് ഇന്ദുവിനെ ഇഷ്ടമാണ്, ഇന്ദുവിന് എന്നെയും. എനിക്ക് ഇന്ദുവിനെ വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഡോക്ടർ അതിന് അനുവാദം തരണം. മിസ്റ്റർ രാജു, ഒരിക്കൽ ഞാൻ വളരെ അപ്സെറ്റ് ആയിരുന്ന സന്ദർഭത്തിൽ നിങ്ങൾ ആ ഹോസ്പിറ്റലിൽ എന്റെ ക്യാബിനിൽ കയറി വന്നു. അന്ന് വളരെ പരുഷമായ വാക്കുകൾ ഉപയോഗിച്ചാണ് നിങ്ങളെ ഞാൻ ഇറക്കി വിട്ടത്. ഇന്ന് എന്റെ വീട്ടിൽ കയറി വന്ന നിങ്ങളോട് അതേ വാക്കുകൾ ഉപയോഗിക്കാൻ എനിക്ക് വിഷമമുണ്ട്. ഇങ്ങനെ ഒരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നെന്നോ അതിങ്ങനെ എന്റെ മുമ്പിൽ അവതരിപ്പിച്ചെന്നോ മറന്നു കളയാ. ഡോക്ടർ, അത് ഇതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. ഡോക്ടർ, ഇന്ദുവിനെ ഞാൻ സ്നേഹിക്കുന്നത്... വേണ്ട, വിശദീകരിക്കണമെന്നില്ല. വലിയൊരു ബംഗ്ലാവ്, വേണ്ടതിലേറെ സ്വത്തുക്കൾ, എല്ലാത്തിനും അവകാശിയായി ഇന്ദു മാത്രം. ഈ സാഹചര്യത്തിൽ ഇങ്ങനൊരു ആഗ്രഹം സാധാരണമാണ്. പക്ഷെ അതിനു മുൻപ് നിങ്ങൾ സ്വയം ഒന്ന് ആലോചിക്കണമായിരുന്നു. നിങ്ങൾ ആരാണ്, എന്താണ് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന്. ഡോക്ടർ, അനുവദിക്കുകയോ അനുവദിക്കാതിരിക്കുകയോ നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ ഇന്ദുവിനെ ഞാൻ സ്നേഹിക്കുന്നത് നിങ്ങളുടെ സ്വത്തുക്കൾ കണ്ട് ഭ്രമിച്ചാണെന്ന് മാത്രം പറയരുത്. ക്ഷോഭിക്കുന്നത് എന്തിന്? അവനവന്റെ നിലയും സാഹചര്യങ്ങളും മറന്ന് ഇത്തരം വിട്ടിവേഷങ്ങൾക്ക് ഒരുങ്ങുമ്പോൾ കരുതേണ്ടിയിരുന്നു ഇതിനും വലിയ അവഹേളന വാക്കുകൾ കേൾക്കേണ്ടി വരുമെന്ന്. ആന്റി, ആന്റി, രാജുവിനെ എനിക്ക് ഇഷ്ടമാണ്. ഇന്ദു, അകത്തു പോകൂ. ഇല്ല ആന്റി, എനിക്ക് സംസാരിക്കണം. സംസാരിക്കാം, ബട്ട് നോട്ട് ഹിയർ. ആദ്യം ഞാൻ പറഞ്ഞനുസരിക്കും. ഗോ ഇൻസൈഡ്. ഞാനാണ് പറയുന്നത്. നോക്കൂ രാജു, എന്റെ വാക്കുകൾ ക്രൂരമായിരിക്കും. ഐ കാൺട്ട് ഹെൽപ്പ് ഇറ്റ്. ഇന്ദു എനിക്കെന്റെ മകളെക്കാൾ പ്രിയപ്പെട്ടവളാണ്. അമ്മയും അച്ഛനും ആരാണെന്നറിയാതെ ഒരു അനാഥാലയത്തിൽ വളർന്ന നിങ്ങൾക്ക് അവളെ വിവാഹം കഴിച്ചു തരാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. ഡോക്ടർ, നിങ്ങൾ പറയുന്നത്... എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഞാൻ... പ്ലീസ് പോകൂ. സോറി. മുഖത്തടിക്കും പോലെ രാജലക്ഷ്മി പറഞ്ഞു കാണും പറ്റില്ല എന്ന് അല്ലേ? ഞങ്ങളിനി എന്താ വേണ്ടത്? ഏതായാലും നിങ്ങൾ അംഗം കുറിച്ചില്ലേ, പേടിക്കണ്ട, ഞാനുണ്ട് നിങ്ങളുടെ കൂടെ. എന്റെ വാക്ക് രാജലക്ഷ്മി തട്ടിക്കളയുന്ന എനിക്കൊന്ന് കാണണം. സാധ്യമല്ല ബാലേട്ട. ഇത് പറയാൻ വേണ്ടിയായിരുന്നെങ്കിൽ ബാലേട്ട ഇവിടെ വരാൻ പാടില്ലായിരുന്നു. രാജലക്ഷ്മി, നിന്റെ ജീവിതമോ നീ നശിപ്പിക്കുന്നു, അത് നിന്റെ ഇഷ്ടം. പക്ഷെ ഇന്ദു, അവളുടെ ജീവിതം കൊണ്ട് അമ്മാനമാടാൻ ഞാൻ സമ്മതിക്കില്ല. ബാലേട്ടൻ എന്ത് തന്നെ പറഞ്ഞാലും ശരി, ഈ ബന്ധം നടക്കില്ല. ഞാൻ ഇതിന് സമ്മതിക്കില്ല. എന്തുകൊണ്ട്? ഇന്ദു പ്രായപൂർത്തിയായ പെണ്ണാണ്. അവൾ ഇഷ്ടപ്പെടുന്ന ചെറുപ്പക്കാരാണ് രാജു. അവളെ പോറ്റാനുള്ള കഴിവ് അവനുണ്ട്. പിന്നെന്താ? തർക്കിക്കാൻ ഞാനില്ല. രാജലക്ഷ്മി, പണ്ട് നീ ജയമോഹനെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോ എല്ലാവരും എതിർത്തു. ആ എതിർപ്പിനെ ധിക്കരിച്ച് നീ ഇറങ്ങി പുറപ്പെട്ടപ്പോ കൂടെ നിന്നവനായി ബാലേട്ടൻ. ഇന്ന് നിന്റെ എതിർപ്പിനെ ധിക്കരിച്ച് രാജുവിന്റെ കൂടെ ഇറങ്ങിപ്പോകാൻ ഇന്ദു തയ്യാറാണെങ്കിൽ സംശയിക്കണ്ട, ഈ ബാലേട്ടൻ ഉണ്ടാവും അവരുടെ കൂടെ. അവരുടെ വിവാഹത്തിനും ഈ ബാലേട്ടനായിരിക്കും ഒന്നാം സാക്ഷി. ബാലേട്ട, എന്റെ ഈ ജന്മം കല്യാണത്തിന് സാക്ഷി ഒപ്പിട്ട് തീരുമായിരിക്കും. തീരട്ടെ, ഹൂ കേഴ്സ്? ബാലേട്ടൻ വീൺവാക്കുകൾ പറയാറില്ല, നിനക്കറിയാതെ. അങ്ങനെ സംഭവിച്ചാൽ പിന്നെ ഈ രാജലക്ഷ്മി ജീവിച്ചിരിക്കില്ല. രാജലക്ഷ്മി, രാജലക്ഷ്മി വീൺവാക്കുകൾ പറയാറില്ല. അത് ബാലേട്ടനും ഓർത്തുള്ളൂ. ആന്റിയെ ധിക്കരിച്ച് ഞാൻ എന്തെങ്കിലും പ്രവർത്തിച്ചാൽ
ഒരതിക്രമം കാണിക്കാൻ കൂടി ആന്റി മടിക്കില്ല. ഞാൻ അറിഞ്ഞു, ബാലമ്മാവൻ പറഞ്ഞു. അച്ഛൻ ഞാൻ ജനിക്കും മുമ്പേ മരിച്ചു. അമ്മ കൂടി മരിച്ചപ്പോ ഏതെങ്കിലും അനാഥാലയത്തിൽ ചെന്ന് ചേരുക വഴിയുണ്ടായിരുന്നുള്ളൂ. ആന്റി എന്റെ രക്ഷ ഏറ്റെടുത്തില്ലായിരുന്നെങ്കിൽ ഒരാഴ്ച മുഴുവൻ തീർത്താ തീരാത്ത കടപ്പാടുണ്ട് എനിക്ക് ആന്റിയോട്. പക്ഷെ എന്ന് കരുതി രാജുവിനെ മറക്കാൻ ഈ ജന്മം എനിക്കാവില്ല. എന്തു വേണമെന്ന് എനിക്കൊരു രൂപമില്ല രാജു. അർഹിക്കാത്തത് ആഗ്രഹിച്ചതാണ് എന്റെ തെറ്റ്. രാജു, നമ്മൾ കണ്ടുമുട്ടരുതായിരുന്നു, ഇങ്ങനെ പരസ്പരം അടുക്കരുതായിരുന്നു. ഇല്ല ഇന്ദു, ഇന്ദുവിന്റെ നന്മയാണ് ആന്റി കാണുന്നത്. മേ ബി ഷീസ് റൈറ്റ്. രാജു, കഴിഞ്ഞതെല്ലാം മറക്കാമെന്ന് ഞാൻ പറയില്ല, പക്ഷേ നമുക്ക് പിരിയാം. അതാവും വിധി. രാജു, ആന്റി, ആന്റി വിഷമിക്കരുത്. ആന്റിയുടെ ഇഷ്ടത്തിനെതിരായിട്ട് ആന്റിയെ ധിക്കരിച്ച് ഞാനൊന്നും ചെയ്യില്ല. അച്ഛനും അമ്മയും ഇല്ലാത്ത ദുഃഖം ഞാൻ അറിഞ്ഞിട്ടില്ല. ആന്റിയോടുള്ള എന്റെ കടപ്പാടുകൾ മറ്റെന്ത് മറന്നാലും ഞാനത് മറക്കില്ല. നെവർ. ഹിന്ദു, സാരമില്ല ആന്റി. ഐ മീൻ ദിസ്. രാജു എന്നെ വിവാഹം കഴിക്കുന്നത് ആന്റിക്ക് സമ്മതമില്ലെങ്കിൽ വേണ്ട. ഞാനിത് സഹിക്കാം. മോളെ ഹിന്ദു, സത്യം ആന്റി. പക്ഷേ രാജുവിനെ മറന്ന് മറ്റൊരാളെ വിവാഹം കഴിക്കാൻ അത് മാത്രം ആന്റി എന്നോട് പറയരുത് പ്ലീസ്. എനിക്കതാവില്ല ആന്റി. ഹിന്ദു, ഒരിക്കലൊരു പുരുഷനെ സ്നേഹിച്ചതാണ് ആന്റി. എന്റെ ഈ മനസ്സ് ആന്റി കാണണം. എത്രയെങ്കിലും. ഹിന്ദു, ഒരു പരാതിയും പറയാതെ ഈ ആയുസ് മുഴുവൻ ആന്റിയുടെ ഒരു നിഴൽ പോലെ ഞാൻ കൂടെ ഉണ്ടാവും. രാജുവിന് ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നുവെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. പറയൂ ഡോക്ടർ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എന്ത് ചെയ്യണമെന്ന് തീർച്ചയില്ലാത്ത മനസ്സുമായാണ് ഞാൻ ഇവിടെ വന്നത്. എനിക്ക് ഫാദർ ഉപദേശം വേണം. തീരുമാനമെടുക്കേണ്ടത് ഡോക്ടറാണ്. രാജുവിനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല ഫാദർ. ഒരു അനാഥാലയത്തിൽ വളർന്നു എന്നതൊരു കുറവാണെങ്കിൽ ഓഫ് കോഴ്സ് രാജുവിന് അതൊരു ഡിസ്ക്വാളിഫിക്കേഷൻ ആണ്. അതല്ല ഫാദർ, ആരാണ് എന്താണെന്ന് ഒന്നും അറിയാതെ. നോക്കൂ ഡോക്ടർ, അനാഥാലയത്തിൽ വളരുന്നവരെല്ലാം ആരോരുമില്ലാത്തവരാണെന്ന് കരുതരുത്. സാഹചര്യങ്ങളും വിധിയുമാണ് അവരെ അവിടെ എത്തിക്കുന്നത്. രാജുവിന്റെ പാസ്റ്റിനെ കുറിച്ച് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ചില വിവരങ്ങൾ അറിഞ്ഞു. ഒരുപക്ഷെ 10-25 വർഷങ്ങൾക്ക് മുമ്പ് ഞാനിതറിയാൻ ഇടവന്നിരുന്നുവെങ്കിൽ അവന്റെ ഫെയ്റ്റ് മറ്റൊന്നാകുമായിരുന്നു. അവൻ ഒരിക്കലും ഈ ഓർഫനേജിൽ വളരേണ്ടി വരുമായിരുന്നില്ല. അറിഞ്ഞിടത്തോളം വിവരങ്ങൾ വെച്ച് ഇനിയിപ്പോൾ അവന്റെ ബാക്ക്ഗ്രൗണ്ട് ട്രേസ് ചെയ്തെടുക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അവ പൂർണ്ണമല്ല. എങ്കിലും അറിയാവുന്നിടത്തോളം ഞാൻ പറയാം. ആലീസ് എന്നൊരു സ്ത്രീയാണ് രാജുവിനെ എന്റെ അടുക്കൽ കൊണ്ടുവന്നത്. എവിടെന്നോ കിട്ടിയൊരു കുട്ടിയെന്നേ അവരെന്നോട് പറഞ്ഞുള്ളൂ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആലീസ് മരിച്ചു. മരിക്കും മുമ്പ് അവരെന്നോട് പറഞ്ഞു, ആലീസിന്റെ പരിചയക്കാരായിരുന്നു ലോറിക്കാരിൽ ഒരാൾ. വിവരങ്ങളൊന്നും പുറത്തു പറയരുതെന്ന് വിലക്കി രാജുവിനെ ആലീസിനെ ഏൽപ്പിച്ച് അവർ പോയി. 2-3 മാസത്തോളം രാജു ആലീസിന്റെ കൂടെ നിന്നു. പിന്നെയാണ് അവനെ എന്റെ അടുക്കൽ കൊണ്ടുവന്നാക്കിയത്. ഫാദർ, എന്ത് പറ്റി ഡോക്ടർ? രാജുവിന്റെ ചെറുപ്പത്തിലുള്ള ഫോട്ടോകൾ ഏതെങ്കിലും ഇവിടെ കാണുമോ ഫാദർ? വൈ? ഞാനൊന്ന് കാണട്ടെ പ്ലീസ്.
എന്റെ മോൻ വാട്ട്? എന്റെ മോൻ എന്റെ മോൻ രാജു. ചിന്തു ചിന്തു എന്താ എന്റെ മോളെ ഇന്ദു മോളെ എന്ത് പറ്റി മോളെ രാജു 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 എന്റെ മോൻ രാജു എന്റെ മോൻ രാജു ഫാദർ, എത്രയും പെട്ടെന്ന് രാജുനെ കണ്ടുപിടിച്ച് ഇങ്ങോട്ട് വിടാന്ന് ഫാദർ ഏറ്റിരുന്നതാ. എന്താ ഇന്ദു രാജു വരാൻ ഇനിയും വൈകുന്നത്? 10-25 കൊല്ലം ക്ഷമിച്ചില്ലേ, ഇനി ഒരിത്തിരി കൂടി ക്ഷമിക്ക്. രാജു വരും, ഉടനെ വരും. രാജു 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 മോനെ മോനെ രാജു മോനെ അമ്മയാണ് ഞാൻ, മോന്റെ അമ്മ. അമ്മ അമ്മ